ലോകത്ത് യുദ്ധം അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുമ്പോൾ വലിയ ആശങ്കകൾ പടരുകയാണ്. അതിലൊന്നാണ് ഹോർമുസ് കടലിടുക്കിൽ മൈനുകൾ ഇറാൻ വിതറിയിട്ടുണ്ട് എന്ന വാർത്തകൾ പുറത്തുവരുന്നത്. 16ഓളം മൈനുകൾ അമേരിക്ക നശിപ്പിച്ചതായി US സൈന്യം വ്യക്തമാക്കിയ പശ്ചാത്തലമുണ്ട്. ഒപ്പം 10ഓളം ഇറാൻ കപ്പലുകൾ മുക്കിയെന്നും അമേരിക്ക അവകാശപ്പെടുന്നു. ഇറാന്റെ ആകാശത്തും കടലിലും US-ഉം ഇസ്രായേലും ആക്രമണം കടുപ്പിക്കുകയാണിപ്പോൾ. ഹോർമുസ് കടലിടുക്കിലെ ഈ മൈനുകളുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക അമേരിക്ക പങ്കുവെക്കുന്ന പശ്ചാത്തലമുണ്ട്. ട്രംപിന്റെ പുതിയ ഭീഷണി ഇറാനെ പൂർണ്ണമായും നശിപ്പിക്കും എന്നാണ്. സുപ്രധാനമായ കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ സമാനതകളില്ലാത്ത സൈനിക നടപടി നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ആയിരുന്നു ഈ സന്ദേശമടക്കം വന്നിരിക്കുന്നത്. ഏതായാലും അത് ഉടൻ നീക്കം ചെയ്യണം എന്നും ഇറാനോട് ട്രംപ് ആവശ്യപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും, അത് വലിയ തോതിൽ ഇറാനെ ബാധിക്കും എന്നും പറയുന്നു. ആവർത്തന നീക്കം ചെയ്യണമെന്ന മുന്നറിയിപ്പ് അമേരിക്ക നൽകുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ട്. ഏതായാലും ഈ ബോട്ടുകളും മറ്റും മയക്കുമരുന്ന് കടത്തുന്ന ബോട്ടുകളും മറ്റും നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അതേ മൈനും സാങ്കേതിക വിദ്യയുമൊക്കെയാണ് ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അത് വലിയ ക്രൂരതയാണ് എന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഏതായാലും ഈ മുന്നറിയിപ്പുകളോട് ഇറാൻ സേനയും പ്രതികരിച്ചിട്ടുണ്ട്. തങ്ങളുടെ കപ്പലുകൾ മുക്കി എന്നവർ സമ്മതിക്കുന്നുണ്ട്. കപ്പലുകൾ മുക്കിയെങ്കിൽ അതിനുള്ള കനത്ത തിരിച്ചടി അമേരിക്ക നേരിടേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ഇറാനും വ്യക്തമാക്കുന്നത്. അജയ് സുധാബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, ഇതൊരു പുതിയ ഭീഷണി തന്ത്രമാണ് ഇറാൻ്റേത്, സംശയമില്ല. മൈനുകൾ സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ ലോകത്തിലെ 50% ചരക്ക് ഗതാഗതം കടന്നുപോകുന്ന ഹോർമുസിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകും. ഈ പറഞ്ഞതുപോലെ പേടി കാരണം കൂടുതൽ കപ്പലുകൾ അങ്ങോട്ടേക്ക് വരാതാകും. അമേരിക്കയുടെ പല പദ്ധതികളും നടപ്പിലാക്കാനാവാതെയാകും. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? രഞ്ജിത്ത്, ഇപ്പോ ഇറാൻ നിലവിൽ ഉപയോഗിച്ചിട്ടുള്ള ഈ മൈനുകൾ സ്ഥാപിക്കുന്ന തന്ത്രം അത് അവർ ഈ യുദ്ധത്തിൽ മാത്രം അവലംബിക്കുന്നതല്ല. അവർ ഇതിനു മുൻപേ ഇറാഖുമായി യുദ്ധമുണ്ടായ സമയത്തും ഹോർമുസ് കടലിടുക്കിൽ നിരവധി മൈനുകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ ചരക്ക് ഗതാഗതത്തെ തടസ്സപ്പെടുത്തി മറ്റ് അമേരിക്ക ഉൾപ്പെടെ ഒന്ന് സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി ഇറാൻ ശ്രമിച്ചിരുന്നു. അപ്പോ ഇത്തരമൊരു സംഭവം അത് ഇതിനു മുൻപേ ഈ ഇറാഖുമായി യുദ്ധമുണ്ടായ സമയത്ത് അമേരിക്കയുടെ ഒരു അകമ്പടി കപ്പലിന് സാരമായിട്ടുള്ള പരിക്കുകൾ ഉണ്ടാവുകയും അത് അടിയന്തരമായി തീരത്തിനോട് അടുപ്പിക്കേണ്ട ഒരു സ്ഥിതി വരികയും ഉണ്ടായി. അപ്പോ അതുപോലെയാണ് അവർ നിലവിൽ ഹോർമുസ് കടലിടുക്കിൽ വിവിധ ഇടങ്ങളിലായിട്ട് ഈ മൈനുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. അതിൽ ഒരു 16 മൈനുകളാണ് US സേന നിലവിൽ നശിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 10ഓളം ഇറാന്റെ പോർ കപ്പലുകളും നശിപ്പിച്ചതായിട്ട് US വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ തന്നെ അവരുടെ 10 കപ്പൽ നശിച്ചതായിട്ട് പറയുന്നുമുണ്ട്. ഇപ്പോൾ അവർ ഇസ്രായേലിലേക്കും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ കൂടുതൽ അമേരിക്കൻ ബേസുകൾക്ക് നേരെയും ആക്രമണം കടുപ്പിച്ചതായിട്ടാണ് പറയുന്നത്. സൗദി അറേബ്യ ഇതിനോടകം തന്നെ നിരവധി ഡ്രോണുകൾ നശിപ്പിച്ചതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 6 മിസൈലുകൾ തകർത്തതായിട്ടും സൗദി ഭരണകൂടം വിശദീകരണം നൽകിയിട്ടുണ്ട്. അവരുടെ എണ്ണപ്പാടം, ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങളിൽ ഒന്നായിട്ടുള്ള ഷാബ എണ്ണപ്പാടത്തിന് നേരെ വലിയ കടുത്ത രീതിയിലുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇതിന് നേരെ പതിച്ചിട്ടുള്ള ഈ മിസൈലുകളെ എല്ലാം വിജയകരമായി പ്രതിരോധിക്കാൻ സാധിച്ചതായിട്ടാണ് ഇപ്പോൾ സൗദി ഭരണകൂടം വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും പശ്ചിമേഷ്യയിൽ പലയിടങ്ങളിലേക്കും ഈ ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. ഇപ്പോ പ്രിൻസ് സുൽത്താന എയർബേസ് കേന്ദ്രീകരിച്ചും ആക്രമണം ഉണ്ടായിട്ടുണ്ട് സൗദിയിലെ. അപ്പോ അതും വിജയകരമായി പ്രതിരോധിച്ചതായിട്ടാണ് സൗദി ഭരണകൂടം പറയുന്നത്. അതുപോലെ UAE-യിലേക്കും നിരവധി ഡ്രോണുകൾ വന്നിരുന്നു, അവയെല്ലാം പ്രതിരോധിച്ചു. ഇന്നലെ നടന്നതുപോലെ ചില ഈ അനിഷ്ട സംഭവങ്ങളൊന്നും നിലവിൽ ഇതുവരെ ഗൾഫ് മേഖലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് തീർച്ചയായിട്ടും വലിയ ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ ക്രൂഡ് ഓയിൽ വിലയിൽ ഇന്ന് ചെറിയൊരു കുറവ് കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതും തീർച്ചയായിട്ടും ആശ്വാസമാണ്. $87.88 എത്തിയിട്ടുണ്ട്. പക്ഷേ യുദ്ധം ആരംഭിച്ച സമയത്ത് ഇത് $69 ആ ഒരു നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് ഇപ്പോൾ ഒറ്റയടിക്ക് ഉയർന്നുകൊണ്ട് ഈ ഒരു നിലയിൽ എത്തുന്നത്. അപ്പോ ചെറിയൊരു ആശ്വാസം എന്നല്ലാതെ പൂർണ്ണമായിട്ടും ആശങ്കകൾ ഒഴിയുന്നില്ല. ഇപ്പോൾ ലോകമെമ്പാടും വാർത്തയിലേക്ക് വരണം അജയ്. അതിൽ വിശദമായി തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ക്രൂഡ് ഓയിൽ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട. ഇതിനിടയിൽ ഇറാന്റെ സൈനിക ശക്തി പൂർണ്ണമായും തകർന്നടിഞ്ഞതായാണ് US പ്രതിരോധ സെക്രട്ടറി പറയുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇറാൻ വിക്ഷേപിച്ച മിസൈലുകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി. അത് അമേരിക്കൻ സൈന്യത്തിൻ്റെ വിജയമാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അവകാശപ്പെടുന്നു.
അമേരിക്ക ചരിത്ര വിജയത്തിൻ്റെ വക്കിലാണ് എന്നുമുള്ള അവകാശവാദം ട്രംപും മുന്നോട്ട് വെക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇനിയും തീവ്രമായ വ്യോമാക്രമണങ്ങൾ നടത്തും എന്നും അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് വ്യക്തമാക്കിയ പശ്ചാത്തലം ഉണ്ട്. അങ്ങനെ ഇറാനിൽ നടത്തുന്ന തീവ്രമായ ആക്രമണങ്ങൾ, ഏറ്റവും കൂടുതൽ യുദ്ധവിമാനങ്ങൾ, ഏറ്റവും കൂടുതൽ ബോംബർ വിമാനങ്ങൾ, ഏറ്റവും കൂടുതൽ മിസൈൽ ആക്രമണങ്ങൾ എന്നിവ ഉടൻ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പും മറ്റുമാണ് ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്ക നൽകുന്നൊരു പശ്ചാത്തലമുള്ളത്. അജയ്, ഇപ്പോൾ ഈ ആക്രമണം അതിൻ്റെ രൂക്ഷത ഈ ഹോർമുസ് കടലിടുക്കുമായി ചേർത്ത് തന്നെ പറഞ്ഞാൽ ഇറാനെ വിടില്ല എന്ന് പറയുകയാണ്. ഏറ്റവും വലിയ സാങ്കേതിക വിദ്യയാണ് ഇറാനിൽ ഉപയോഗിക്കുന്നു എന്നുള്ള അവകാശവാദവും അമേരിക്കയ്ക്കുണ്ട്. പക്ഷേ അപ്പോഴും അമേരിക്കയുടെ 150ഓളം സൈനികർക്ക് പരിക്കേറ്റു. അതിൽ 105 പേർ തിരികെ ജോലിയിൽ പ്രവേശിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. 8ഓളം സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അമേരിക്കയിൽ ഉള്ളിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ട്രംപുമായി ബന്ധപ്പെട്ട യുദ്ധം നീണ്ടുപോയാൽ അങ്ങനെ നിരവധി എതിർപ്പുകൾക്കിടയിലാണ് ഈ ആക്രമണവുമായി ട്രംപ് മുന്നോട്ട് പോകുന്നത് എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ലക്ഷ്യമില്ലാത്ത രീതിയിലാണ് ഈ യുദ്ധം മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാര്യം US-ഉം ഇസ്രായേലും ആദ്യം മുതൽ തന്നെ ആവശ്യപ്പെട്ടിരുന്നത് അവിടെ നിലവിലുള്ള ഭരണകൂടത്തിനെ മാറ്റി പുതിയൊരു ഭരണകൂടത്തിനെ സ്ഥാപിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത് അവിടെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗമായി ആദ്യം ഉണ്ടായതുപോലെ ജനങ്ങളെ അവിടെ ഭരണകൂടത്തിനെ അട്ടിമറിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്റുകൾ ഇടുന്നതാണ് ഇപ്പോൾ നിലവിലും സംഭവിച്ചിട്ടുള്ളത്. ജനങ്ങളോട് ഈ ആയത്തുള്ള ഭരണകൂടത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കൈവരിക്കണം, കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകണം എന്നുള്ള രീതിയിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗമായി പോസ്റ്റ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ട്രംപ് അവിടുത്തെ ഭരണകൂടത്തിനെ അട്ടിമറിക്കുമെന്നുള്ള വാദങ്ങൾ ഇപ്പോഴും തുടരുന്നു. പക്ഷേ ഈ യുദ്ധം മുന്നോട്ട് പോയി ഇറാനെ സൈനികമായി തളർത്താൻ പല ഘട്ടങ്ങളിലും അമേരിക്കയ്ക്കും ഇസ്രായേലിനും പറ്റുന്നുമുണ്ട്. ഈ മേഖലയിലുള്ള യുദ്ധക്കപ്പലുകൾക്ക് നാശം സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാൻ അകത്തും നിരവധി ആക്രമണങ്ങൾ നടത്താൻ സാധിച്ചു. അതിൽ ഏറ്റവും പ്രധാനമാണ് അവരുടെ എണ്ണ വിതരണ കേന്ദ്രങ്ങളും എണ്ണ സംഭരണ കേന്ദ്രങ്ങളും തകർത്തത്. ഇത് കാരണം വലിയ തോതിലുള്ള ഒരു ഇന്ധനക്ഷാമം അവർ നേരിടുന്നുണ്ട്. അതുപോലെ ഇറാന്റെ തെക്കൻ മേഖലയിലുള്ള 30ഓളം ഗ്രാമങ്ങൾക്ക് കുടിവെള്ളം വിതരണം ചെയ്തിരുന്ന ഒരു ശുദ്ധജല സംഭരണശാലയിലേക്ക് മിസൈൽ ആക്രമണം ഉണ്ടായത് അതും ഇറാനെ വല്ലാത്ത രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ പല രീതിയിൽ ഇറാന്റെ സൈനിക ശേഷിയെ തളർത്താൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും ഇറാന്റെ ഉള്ളിൽ ഒരു ഭരണകൂടത്തെ അട്ടിമറിച്ച് പുതിയൊരു ഭരണകൂടത്തെ സ്ഥാപിക്കുക എന്നുള്ളത് അത് തീർച്ചയായിട്ടും അത്തരം ഒരു നീക്കം സാധ്യമാകണമെങ്കിൽ ഇറാൻ ഉള്ളിൽ കടന്നു കയറിയുള്ള ഒരു ആക്രമണം അത് തീർച്ചയായിട്ടും സംഭവിക്കണം. എന്നാൽ ഈ വെനസ്വേലയിൽ നടന്നതിന് ഏതാണ്ട് സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു അറ്റാക്ക് തന്നെ അവിടെ നടത്തേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോഴും അതിന്റെ ഒരു കടുങ്കൈ അത് ട്രംപ് ചെയ്തിട്ടില്ല നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ തന്നെ US-ൽ നിലവിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. US-നകത്തും പെട്രോൾ ഡീസൽ സാധനങ്ങളുടെയൊക്കെ വിലയിൽ ഏതാണ്ട് 18% വർധനവ് ഉണ്ടായതായിട്ടാണ് നിലവിൽ ഒരു വ്യക്തമാകുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ നിന്നുള്ള പ്രതിഷേധമുണ്ട്. US കോൺഗ്രസിനകത്ത് ട്രംപിന് വലിയ എതിർപ്പുകളുണ്ട്. ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ട്രംപ് ഇപ്പോൾ തൽക്കാലം രക്ഷപ്പെട്ടിരിക്കുന്നത് ഈ യുദ്ധം അവസാനിപ്പിക്കാതെ. എങ്കിലും ഈ ആക്രമണം മുന്നോട്ട് പോയി US-നകത്ത് കടുത്ത വിലക്കയറ്റം ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ തോതിൽ ട്രംപിന് ഒരു തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധത്തിൽ അവർ ഉദ്ദേശിച്ച ഒന്നും ചെയ്യാൻ സാധിക്കാതെ അവർക്ക് തോറ്റു മടങ്ങേണ്ടി വരും. ആകെ മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു വിജയം എന്ന് പറയുന്നത് ഇറാന്റെ സൈനിക ശേഷി അത് മുൻപത്തേതിനേക്കാൾ കുറയ്ക്കാനായി, അതുപോലെ പല മിസൈൽ കേന്ദ്രങ്ങളും അതുപോലെ ആണവ ഫെസിലിറ്റികളും തകർക്കാനായി എന്നുള്ളതാണ്. ഇപ്പോൾ ടെഹ്റാനുള്ളിലുള്ള ഒരു ആണവ പരീക്ഷണ ലാബ് തകർത്തതായിട്ട് ഇസ്രായേൽ മാധ്യമമായിട്ടുള്ള ചാനൽ 12 അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ തീർച്ചയായും അജയ് തുടരുക. ഏതായാലും പ്രവാസികൾക്ക് തിരിച്ചടിയായി, ഒപ്പം മറ്റ് വിമാനയാത്രക്കാർക്കൊക്കെ തിരിച്ചടിയായി ഒരു പുതിയ വാർത്ത കൂടി വരുന്നുണ്ട്. എയർ ഇന്ത്യ വിമാന നിരക്ക് ഉയരുന്നു എന്നുള്ളതാണ്. ഇറാൻ US യുദ്ധം ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ഇതിനെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. 3 ഘട്ടങ്ങളിലായി വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. വ്യാഴാഴ്ച പുലർച്ചെ മുതൽ ബുക്ക് ചെയ്യുന്ന ആഭ്യന്തര സർവീസ് ടിക്കറ്റുകൾക്കൊപ്പം 399 രൂപ അധികം നൽകണം. ഇത് ഒഴിവാക്കാനാകാത്ത ഒരു തീരുമാനമെന്നാണ് എയർ ഇന്ത്യ വ്യക്തമാക്കുന്നത്. വിമാന ഇന്ധന വില കുതിച്ചുയരുന്ന പശ്ചാത്തലമാണ് ഇത്തരത്തിൽ എയർ ഇന്ത്യ ഈ ഒരു തീരുമാനത്തിന് പ്രേരിപ്പിച്ചത്. ആഭ്യന്തര അന്തർദേശീയ സർവീസുകൾക്ക് ഇന്ധന സർചാർജ് ഏർപ്പെടുത്താനാണ് വിമാന കമ്പനികളുടെ തീരുമാനം. 3 ഘട്ടങ്ങളിലായി ഇത് നടപ്പിലാക്കുമെന്നാണ് ഇപ്പോൾ എയർ ഇന്ത്യ അടക്കം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പുറമെ ഇങ്ങനെയൊരു പണം കൂടുതൽ ഈടാക്കുന്നത് കൂടി വരുമ്പോൾ യാത്രക്കാർക്ക് അത് വലിയ ബുദ്ധിമുട്ടിൽ ഖേദിക്കുന്നു എന്നാണ് എയർ ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. നിരക്ക് വർദ്ധിപ്പിക്കാതെ മറ്റു വഴികളൊന്നുമില്ല എന്നവർ പറയുകയും ചെയ്യുന്നു. ഏതായാലും ഇത് വലിയ പ്രതിസന്ധി വിമാന മേഖലയിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തരത്തിലുള്ള നിരവധി നടപടികൾ ഇനിയും വിമാനയാത്രയിൽ ഉണ്ടാകും എന്നും ഉള്ള ചില മുന്നറിയിപ്പുകൾ പുറത്തുവരുന്നു.